2500 രൂപക്ക് നിങ്ങളൊരു TWS എയർബഡ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് കംപ്ലീറ്റ്ലി റിവ്യൂ അല്ല, നല്ല പ്യുവർ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ലുക്കാണ്. ഓക്കെ, കാരണം ഇത് അൺബോക്സ് പോലും ചെയ്തിട്ടില്ല, ഇന്ന് ആമസോണിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. സോ ജസ്റ്റ് അങ്ങനെ അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. 25-ാം തീയതിയാണ് ഇത് ഡെലിവേർഡ് ആയത്, അന്ന് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ബുക്കൊക്കെ കാലിയാണ്, ഒന്നും സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിവ്യൂ നമുക്ക് വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ നോക്കാം. അൺബോക്സ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇത് റിവ്യൂ യൂണിറ്റ് ഒന്നുമല്ല, ഞാൻ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഒരു സാധനം തന്നെയാണ്. അപ്പോൾ എനിവേ അൺബോക്സ് ചെയ്യാം. ഒന്ന് രണ്ട് മണിക്കൂർ അതിനപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു റിവ്യൂ അല്ല കേട്ടോ, കാരണം 1-2 മണിക്കൂർ കൊണ്ട് റിവ്യൂ പറയാൻ ഞാൻ ജോത്സ്യനൊന്നുമല്ല. അപ്പോൾ ഇത് റിവ്യൂ അല്ല, ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക്. ഓക്കെ, അതായത് ഒരു അൺബോക്സ് ചെയ്ത് കയ്യിലെടുക്കുമ്പോൾ ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് ആ ഒരു ഫസ്റ്റ് ലുക്കാണ് നോക്കുന്നത്. റിവ്യൂ ഞാൻ 1-2 മാസം യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിവ്യൂ പറയുന്നുണ്ടാവും. ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു കോളിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ വേറെ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ടൈം ആ കയ്യിലെടുക്കുന്ന സമയത്ത് ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ആയാലും അതുപോലെ തന്നെ ആ ഒരു പാക്കിങ്ങിലുള്ള ക്വാളിറ്റി ആയാലും അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നൈസ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ക്വാളിറ്റി അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡോക്ക് മൊത്തം ഒരു ബ്ലാക്ക് വൈറ്റ് പിന്നെ വേറെ ഏതോ ഒരു കളറൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡോക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ്. ഓക്കെ, ഗ്ലോസി ഫിനിഷ് അല്ല. എയർപോർട്ടിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ആയിട്ടുള്ള സംഭവമാണ്, പെട്ടെന്ന് സ്ക്രാച്ച് പോകുക, അപ്പോൾ പൗച്ചൊക്കെ ഇട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ക്ലോണാണ്, വേറെ കാര്യം. ഒറിജിനൽ ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ മാറ്റ് ആവുന്ന സമയത്ത് ആ ഒരു സ്ക്രാച്ച് വീഴുന്ന കാര്യം ഒരുവിധം സീനില്ല. പിന്നെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീലും ചെയ്യും. ഒരു മാറ്റും അതുപോലെ തന്നെ ആ OnePlusൻ്റെ ലോഗോ ഒക്കെ വരുമ്പോൾ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സംഭവം ഫസ്റ്റ് ടൈം നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്, ഒരു ടൈപ്പ്-C ചാർജിങ് ആയിട്ടുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. ഓക്കെ, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന് വേറെ ലെവൽ സാധനമായിരിക്കും. പക്ഷേ വയർലെസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് ആണ് എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇതുവരെയായിട്ടും ചാർജ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ആകെ 2 മണിക്കൂറൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും റിവ്യൂ വീഡിയോയിൽ നോക്കാം. പിന്നെ ഒരു LED ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ഡോട്ടിൽ വെയിറ്റ് വരുന്നത് 41.7 ഗ്രാംസ് മാത്രമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇനിഷ്യലി എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ച് കട്ടി കൂടുതലുണ്ട്. അതായത് ഇതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കട്ടി നല്ല രീതിക്കുണ്ട്. പക്ഷേ ഒരു പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു. റിവ്യൂവിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കാം, എത്രത്തോളം പ്രാക്ടിക്കലാണ് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ചില സ്ഥലത്ത് ഗ്ലോസിയും അതുപോലെ തന്നെ സ്ഥലത്ത് മാറ്റൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ബഡ്സ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഓരോ ബഡ്സിൻ്റെ വെയിറ്റും ആകെ വന്നിട്ട് 4.82 ഗ്രാംസ് മാത്രമാണ്. ഓക്കെ, 4.82 എന്ന് പറയുമ്പോൾ നമ്മുടെ നത്തിങ്ങിൻ്റെയും ആപ്പിൾ എയർപോഡ്സിൻ്റെയും അതൊക്കെ വെയിറ്റ് കുറവാണ് ഇതിന്. അതുകൂടാതെ IPX55 റേറ്റിംഗ് ഇതിന് വരുന്നുണ്ട്. 55 എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റൂല, ജസ്റ്റ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജസ്റ്റ് വിയർപ്പോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള റെയിൻഫാൾസ് ഒക്കെ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് ഇതിനെ വെള്ളത്തിൽ പിടിച്ച് മുക്കാനൊന്നും നിൽക്കരുത്, പണി കിട്ടും. പിന്നെ ഡസ്റ്റ് പ്രൂഫുമാണ്, അതുകൊണ്ട് പൊടി അടിച്ചിട്ട് സാധനം ചീത്തയാവും എന്നുള്ള പേടിയും വേണ്ട. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആകെ 2800 രൂപ ഇതിന് വരുന്നുള്ളൂ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഡേ ഒക്കെ ആയതുകൊണ്ട് 2300 രൂപക്ക് ഇത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ SBIൻ്റെ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വീണ്ടും കുറയും. ഏകദേശം 2000 രൂപക്ക് എങ്ങാണ്ട് അടുത്ത് കിട്ടും. ഞാൻ 2000 രൂപക്ക് അടിയിലാണ് ഇത് വാങ്ങിച്ചത്. അത് ഈ ഒരു സാധനം മാത്രം വാങ്ങിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്ന് തോന്നുന്നില്ല.
ഞാൻ വേറെയും കുറച്ചുകൂടെ സാധനങ്ങൾ ഒപ്പം കാർട്ടിൽ ആഡ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് നല്ല ഒരു റേറ്റിനാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണ്, 2000-നൊക്കെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും അടച്ച് വാങ്ങാം. ഇനിഷ്യലി ഉള്ള ഒരു ഒപ്പീനിയനാണ്. മേ ബി റിവ്യൂ ആകുമ്പോൾ ഇത് മാറാനും ചാൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് നത്തിങ്ങിൻ്റെ എയർ 1 ആയിരുന്നു പ്ലാൻ ചെയ്തത് വാങ്ങാനായിട്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് ഇപ്പോഴും 7000-8000 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത്. ഒരു 5000 രൂപക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെർത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത്. ആ റേറ്റിന് വേറെ കുറേ സാധനമുണ്ട്, പക്ഷേ ആ ഡിസൈന് നത്തിങ്ങിൻ്റെ വേറെ ലെവലാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഇതാണ്, അതുകൊണ്ടാണ് ഈ ഒരു സാധനം തന്നെ എടുത്തത്. ഇതിൻ്റെ ഡിസൈനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു ബട്ടൺ പോലെ. ഇത് ബട്ടൺ അല്ല, ടച്ച് ഇവിടെ മാത്രമാണ് ടച്ച് ഉള്ളത്. സാധാരണ ഉള്ള TWSലൊക്കെ ജസ്റ്റ് ഫുള്ള് ടച്ച് ആണോ എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും, പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് കോള് കട്ടാവുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് കറക്റ്റ് പ്രിസൈസ്ഡ് ആയിട്ട് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെ തട്ടിയാലാണ് ടച്ച് ആവുക എന്നുള്ള കാര്യം. അത് കുറച്ചുകൂടെ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ നൈസായിട്ട് തോന്നി. ഇത് പിന്നെ വെക്കുന്ന സമയത്ത് ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷന് നൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പാസീവ് നോയിസ് ക്യാൻസലേഷന് മീൻസ് ANC അങ്ങനെയൊന്നുമല്ല, PNC എന്ന് പറയും. അതായത് നമ്മൾ ജസ്റ്റ് ചെവി ഇങ്ങനെ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെ ആ ഒരു ഇത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30% ഓഫ് ആ ഒരു ഫാനിൻ്റെ നോയ്സ് കട്ട് ചെയ്യും. പിന്നെ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ, കാരണം ANC ഒന്നുമല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ വെച്ചതുപോലെ അറിയുന്നതില്ല, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്. പിന്നെ അടിയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു നീളവും കുറവാണ്. അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇളകി കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് പോകുന്നില്ല. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlusൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് OnePlus ഫോണിന് അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ മെലഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമൈസേഷൻസും കാര്യങ്ങളും കിട്ടും. പക്ഷേ iOSലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ആപ്പ് നിങ്ങളിൽ സപ്പോർട്ട് ആവില്ല. ആപ്പ് ആപ്പ് സ്റ്റോറിലുണ്ട്, പക്ഷേ ഇതുമായിട്ട് കമ്പാക്റ്റബിൾ ആവില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും ആവുന്നില്ല. 1-2 വട്ടം ഗൂഗിളിൽ നോക്കിയിട്ടും കാണുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ അത് അപ്ഡേറ്റ് ചെയ്യുമോയെന്നും അറിയില്ല. ഞാൻ വേറെ എന്തെങ്കിലും ടെക്നിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് പറ്റുമോ എന്നും വലിയൊരു ഐഡിയ ഇല്ല. ഇനിവേ റിവ്യൂ ആവുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് നോക്കാം. ഇനിവേ ആൻഡ്രോയിഡിൽ ഇത് ഫസ്റ്റ് ടൈം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിംവെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടച്ചിൻ്റെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിമിംഗ് മോഡ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത് വാങ്ങി ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത സമയത്താണ് ആ ഒരു ഗെയിമിംഗ് മോഡ് എനേബിൾ ആയി വന്നത്. ഇതിൻ്റെ ഇയറിംഗ് മോഡ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ബാലൻസ്ഡ്, അതുപോലെ തന്നെ ഹെവി ബാസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റം ഇക്വലൈസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ്, ഇതിന്മേൽ നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലോട്ട് സ്വിച്ച് ആവും. അത് ഫസ്റ്റ് ടൈം നോക്കിയ സമയത്ത് വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇനി iOSൽ ഇത് സപ്പോർട്ട് ആവില്ല എന്നല്ല, ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലാന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ ഐഫോണിൽ എൻ്റെ പ്രൈമറി ഡിവൈസ് iOS ആണ്, അതിൽ പ്രോപ്പറായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തുറന്നൊരു 1 to 2 seconds ഇത് കണക്റ്റ് ആവുന്നുണ്ട്, ക്ലോസ് ചെയ്യുമ്പോൾ ഇതാവുന്നുണ്ട്, ചാർജ് ഇൻഡിക്കേറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂല എന്നേ ഉള്ളൂ. പക്ഷേ ആൻഡ്രോയിഡിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വീണ്ടും iOSലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേറെ വലിയ സീനില്ല. ഒരു ആൻഡ്രോയിഡും iOSും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സീനല്ല. ഓക്കെ, പിന്നെ കണക്ടിവിറ്റി റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റൂമിൽ ഫോൺ വെച്ചിട്ട് ഹാളിൽ പോയിരുന്നിട്ട് കുഴപ്പമില്ലാത്ത കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് ആയിട്ടൊന്നുമില്ല. പിന്നെ സൗണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡറാണ്. ലൗഡ് കൂട്ടുന്നതിനനുസരിച്ച് ഒരു മുഴക്കം ഫീൽ ചെയ്യുന്നതൊന്നും വലിയ രീതിക്കില്ല. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബാസ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ബാസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വലിയ സീനില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ബാസ് കുറച്ച് കുറവാണ്. ഇനി മൈക്ക് ക്വാളിറ്റി മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മൈക്ക് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തീർന്നു. കാരണം നമ്മളെടുത്ത് ഫോൺ വിളിക്കുന്ന സമയത്ത് കേൾക്കുന്നില്ല എന്ന് ഒപ്പോണൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മൈക്ക് ക്വാളിറ്റി അത് വലിയ രീതിക്ക് കോളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഒറ്റത്തവണ കോൾ ചെയ്ത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്ക്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൗണ്ട് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ മൈക്കിൽ നിന്നാണ്. ഓക്കെ, അതായത് ഞാൻ എൻ്റെ പ്രൈമറി ഫോണിലോട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാധാരണ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സെക്കൻഡറി ഫോണിലോട്ട് ഞാൻ കോൾ ചെയ്തിട്ട് ആ ഒരു സെക്കൻഡറി ഫോൺ സാംസങ് ആണ്, അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കറന്റ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ട പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 2000-3000 രൂപയ്ക്കുള്ള ഒരു ഹെഡ്സെറ്റിൽ അത്യാവശ്യം നല്ല ഒരു ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള നോയ്സ് AI ഇത് വെച്ചിട്ട് റിഡക്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. വലിയ രീതിക്ക് അതുണ്ട് എന്ന് തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഒരാൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെ നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു വിധം
കളയുന്നുണ്ട്. അത് നമുക്ക് റിവ്യൂ വീഡിയോയിൽ കറക്റ്റായിട്ട് മൈക്കിൻ്റെ ഒരു സെക്ഷൻ വെച്ച് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തരണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2500 രൂപക്കൊക്കെ നിങ്ങൾക്കൊരു ഹെഡ്സെറ്റ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 2300 ഉള്ളൂ. ഈ ഒരു പ്രൈസിന് 100% വർത്താണ്. ഇനിഷ്യലി ഉള്ള ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് വാങ്ങിക്കാനുള്ള ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിവേ റിവ്യൂ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു PC റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.